എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുരുമുളക് ഇട്ട് വരട്ടിയ മട്ടൺ ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലിവർ ഉണ്ടാക്കുമ്പോൾ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് സാധാരണ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് 2 കഷ്ണം ഇഞ്ചി ചതച്ചതും 1 വെളുത്തുള്ളി മുഴുവനും ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒരു 10-15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മട്ടൻ്റെ ലിവർ എപ്പോഴും കഴുകുമ്പോൾ കുറച്ച് വിനാഗിരിയോ നാരങ്ങാ നീരോ ഉപയോഗിച്ച് വേണം കഴുകാൻ. കഴുകിയതിന് ശേഷം വെള്ളം വാർന്ന് എടുക്കണം. ഈ സമയമായപ്പോഴേക്ക് അടുപ്പത്ത് കൂട്ടുകളെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കുരുമുളക് പൊടിയും പകുതി മാത്രമേ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് മട്ടൺ ഫ്രൈക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കൂട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് കരൾ വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് അതിൽ നല്ലവണ്ണം പിടിച്ചു വരാൻ വേണ്ടിയാണ്. മസാലകളൊക്കെ ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന കരൾ ഇട്ട് കൊടുക്കാം. ഈ കൂട്ടിലേക്ക് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ചെറു തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കണം. ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ട് തന്നെ കരൾ വെന്ത് വരും. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം കരൾ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ട് വരും. കരൾ ഇവിടെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ ഒന്നുകൂടെ കരളിൽ നന്നായിട്ട് പിടിച്ചു വരും. കുറച്ച് സമയം അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് ബാക്കി വെച്ചിരുന്ന ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ലിവർ ഫ്രൈ ഇവിടെ ഇപ്പോൾ കഴിക്കാൻ പാകമായി വന്നിട്ടുണ്ട്. ലിവർ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.